ഇത് കണ്ടോ, എൻ്റെ വൈറ്റ് ഡെൻഡ്രോബിയം പൂത്ത് കേട്ടോ. നോക്ക്, നല്ല മണമാണ്. രാവിലെ ഇറങ്ങി വന്നപ്പോൾ 3-4 തരത്തിലുള്ള പൂക്കൾ, ചെടികൾ പുതിയതായിട്ട് പൂവിട്ടു. ഇത് വൈറ്റ് ഡെൻഡ്രോബിയം എന്നാണ് പറയുന്നത്. അതുപോലെ ഡാൻസിങ് ഗേളിൻ്റെ വേറൊരു വെറൈറ്റി ഡെൻഡ്രോബിയം തന്നെ, ഡെൻഡ്രോബിയം ഓർക്കിഡിൽപ്പെടുന്നതാണ്. ഇതിന് പിന്നെ വേറെ എന്തോ ഒരു പേരുകൂടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര മണമായത്. പക്ഷെ 1-2 ദിവസത്തേക്കുള്ളിൽ നിൽക്കത്തില്ല കേട്ടോ. നല്ല രസമാണ്. അതുപോലെ തന്നെ വേറെയും ഉണ്ട് ഇതിപ്പോൾ, പക്ഷേ ഇതിലാണ് ഇപ്പോൾ കൂടുതൽ പൂത്തിരിക്കുന്നത്. വെള്ള കളറായതുകൊണ്ട് തന്നെ നമുക്ക് ഡവ് ഓർക്കിഡ് എന്ന് തന്നെ പറയാം. പിന്നെ ഇതുണ്ടോ, ഏപ്രിൽ ലില്ലി. ഇതൊരു ഭയങ്കര രസമാണ് കേട്ടോ. എന്താ കളറാണെന്നറിയാമോ? എന്തോ ഭംഗിയാണ്. ഞാൻ വെറുതെ മണത്ത് നോക്കിയെടുത്തേമേ, മണത്ത് കഴിഞ്ഞിട്ട് ഓർത്ത് വല്ല ബാഡ് സ്മെല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ഇതുണ്ടാകത്തില്ലേ, അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും. അലർജിക്ക് വല്ലതും ആണോ എന്നറിയത്തില്ല. എൻ്റെ ആ കളറ് കണ്ടാൽ പെട്ടെന്നൊരു ഒന്ന് മണത്ത് നോക്കിയതാണ്. എന്താ നല്ല ചെണ്ട് പൊതിച്ചിരിക്കുന്നത്, എന്തെല്ലാം തരത്തിലുള്ള ചെടികളും പൂക്കളും ഒക്കെ അല്ല. പിന്നെ ഒരു ഏപ്രിൽ ലില്ലി ഉണ്ടല്ലോ, കോളാമ്പിപ്പൂ പോലെ ഇരിക്കുന്നത്, അത് പക്ഷേ പൊഴിഞ്ഞു പോയി. ഇതിപ്പം ഇവിടെ 2 പിന്നെ വേറെ ഇടത്ത് 2 ഒക്കെ നിൽപ്പുണ്ട്. 4-5 പൂക്കളുണ്ട് ഇപ്പോൾ. ഇത് തന്നെ ഉണ്ടായി നിൽപ്പുണ്ട്. കണ്ടാൽ എത്ര നേർത്ത് നിൽക്കുന്നുണ്ടോ, ഭയങ്കര രസമല്ലേ. അതിൻ്റെ കളറും ആ വിടർന്ന് നിൽക്കുന്ന വളരെ നൂല് പോലത്തെ ഇതൊക്കെ കണ്ടിങ്ങനെ രാവിലെ ഇറങ്ങിയപ്പം ഏപ്രിൽ ലില്ലി പൂത്ത് കണ്ടു. എൻ്റെ കാടല്ല കേട്ടോ, എല്ലാം പറമ്പിലെല്ലാം ഇത് തോട്ടത്തിലെല്ലാം കാടായ മഴയില്ലായിരുന്നു. പിന്നെ ബൊഗൈൻവില്ല പടർന്ന് കിടക്കും. അതിൻ്റെ കീഴിൽ അതിൻ്റെ നേരത്തെ ഞാൻ ഇതിൻ്റെ കിഴങ്ങിട്ട് വെച്ചിരുന്നതാണ്. അതങ്ങനെ കിളുത്ത് വരും എല്ലാ വർഷവും. ഇപ്പോൾ 2-3 വർഷം കൊണ്ട് അടുപ്പിച്ച് ഇങ്ങനെ ഈ സമയമാകുമ്പം വലിയ പൂവുണ്ടാവും. ഒന്നും വേണ്ടല്ലോ, ഒരു സംരക്ഷണവും വേണ്ട, ഒന്നും വേണ്ടല്ലോ. പൂക്കൾ നല്ല ചെണ്ട് പോലത്തെ പൂക്കളുണ്ടാകുന്നു. ഇതിപ്പം ഇപ്പുറത്തെ സൈഡിൽ വേറൊരിടത്തും ഇതുപോലെ തന്നെ ഉണ്ടായി നിൽക്കുകയാണ്. ഇന്നത്തെ രാവിലത്തെ കാഴ്ച ഇതൊക്കെയായിരുന്നു. എന്തായാലും കൊള്ളാം. എന്താ ഞാൻ പറയുന്നത്, നമ്മൾ പലതരം ചെടികൾ വളർത്തിയാണ്ട് ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പൂക്കൾ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാവും. ഭയങ്കര രസമാണ്. ബൊഗൈൻവില്ലയായി, അഡീനിയമായി, പിന്നെ ഏപ്രിൽ ലില്ലിയായി, പിന്നെ വേറൊരു ചെടിയുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ലേ, പക്ഷേ ഇത് എന്തോ ഭംഗിയാത്. ഞാൻ ഇതിൻ്റെ ലൈറ്റ് റോസ് കണ്ടിട്ടുണ്ട്, പക്ഷേ റെഡ് ഞാൻ മേടിച്ച് വെച്ചതാണ്. പക്ഷേ ഇതിൽ ആദ്യമായിട്ട് ഉള്ളത് അതിൻ്റെ മൊട്ടാണ് അതിനേക്കാളും ഭംഗി. ഈ മൊട്ടാണല്ലോ ഇത്രയും ഈ രോമങ്ങൾ പോലെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്. ഈ മൊട്ട് മുന്തിരിക്കറി നിൽക്കുന്ന പോലത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് നിൽക്കുന്ന പോലെ തോന്നുവേ. ഞാൻ ആദ്യം വിചാരിച്ചു ഈ പൂ പൊഴിഞ്ഞിട്ട് ഇതിൻ്റെ കായായിട്ട് നിൽക്കുന്നതെന്ന്. പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ കാ പോലിരിക്കുന്ന സാധനം വിടർന്നാണ് ഈ പൂക്കളുണ്ടാകുന്നതെന്ന്, പൂ പോലെ ആകുന്നതെന്ന്. ചെറിയ ചെടിയാണ് കേട്ടോ. അതിങ്ങനെ അതിൻ്റെ ചുറ്റും കാടുണ്ട്. എന്നാലും എന്തോ ഭംഗിയാണ് ഇതൊക്കെ. ചെറിയ അപ്പൂപ്പൻ താടി പോലെ. ശരിക്കും പറഞ്ഞാൽ അപ്പൂപ്പൻ താടിയുടെ അപ്പൂപ്പൻ താടിക്ക് എന്താണ് കളർ കൊടുക്കുന്നോ അതുപോലെ ഇരിക്കുന്നു. ഇത്രയ്ക്ക് മനോഹരമായ പൂക്കൾ. അങ്ങനെ 2-3 തരത്തിലുള്ള പുതിയ പൂക്കൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടു. ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം. എനിക്ക് കാടെല്ലാം കയറി കിടക്കും, ഇനിയെല്ലാം പറിച്ചൊക്കെ കളയണം. അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഏപ്രിൽ ലില്ലിയും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് 1/4 മണിക്കൂറോളം ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ അങ്ങ് പോയി രാവിലെ.
ഉണ്ടായാലും മതി വരത്തില്ല. ഇനിയും ബൊഗൈൻവില്ല ഇനിയും ഒന്ന് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം അതിൻ്റെ ഈ പൂക്കൾ വന്നിട്ടില്ല, ചിലതൊക്കെ ഈ ഉണങ്ങി അതിൽ തന്നെ നിൽക്കുന്നു. അതെല്ലാം പറിച്ച് കളയാൻ പെട്ടെന്ന് തന്നെ. ഞാൻ വന്ന് വളർത്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ടൈഗും വന്നു കേട്ടോ, അവനും വന്ന് നോക്കുക. ഈ ചെടി, ഈ പൂ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുമായിരുന്നു. എന്ത് രസമാണ് ഇതൊക്കെ. ഞാനാണ് അതിൻ്റെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തത്. നഴ്സറി പോയപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന കണ്ടു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. മേടിച്ചുകൊണ്ട് വെച്ചു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സൺഡേ മൺഡേ ഒരു ചെടിയും കൂടെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതും പൂത്തായിരുന്നു ഇപ്പം, പക്ഷേ അതേ പൂവൊന്നുമില്ല. ബൊഗൈൻവില്ല ഞാൻ ഇനി ഒന്ന് നോക്കേണ്ടത്. അതിൻ്റെ ടൈഗ് വരുന്നുണ്ട്. ടൈഗ് നോക്കുക, കണ്ടോ? നല്ല പൂവല്ലേ അമ്മേ? നല്ല പൂവാ അല്ലേ? നല്ല ഭംഗിയുണ്ടായിട്ടാകും പോകുന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. ഏപ്രിലിൻ്റെ ഈ പൂവൊക്കെ പൂക്കണ്ടാടി. ഇതുണ്ടോ എൻ്റെ ബൊഗൈൻവില്ലയൊക്കെ ഇപ്പോൾ നോക്കിയിട്ട് പൂവൊന്നും അധികമൊന്നുമില്ല കേട്ടോ. കമ്പൊക്കെ അങ്ങ് നീണ്ട്. ഇനി അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ട അറ്റത്തൊന്ന് തളിപ്പ് വരാൻ തുടങ്ങി. ഇത് നാടനായതുകൊണ്ടേ ഇതിൻ്റെ കമ്പുകളിങ്ങനെ നീണ്ടങ്ങ് പോകും. ഇനിയിപ്പോൾ അതിന് ഒരു വെച്ചിട്ട് മുറിച്ച് എടുക്കണം. എന്നിട്ട് പിന്നെ അതിനെ നമുക്ക് ചട്ടിയിൽ മണ്ണ് നിറച്ച് കുത്തി വെച്ചാൽ അടുത്ത വർഷം നല്ല തൈകളായിട്ട് കിട്ടും. ചിലപ്പോഴൊക്കെ പിടിക്കും. എന്തായാലും ഇനി ഇത് ബൊഗൈൻവില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പം അങ്ങനെ അതിൻ്റെ പിന്നാലെ അതൊക്കെ ഒന്ന് നോക്കി എങ്ങനെയാണ് ഇനി എന്താ ചെയ്യണ്ടേ. കുറച്ച് 2 ദിവസം എടുക്കും എന്തായാലും. എല്ലാം നോക്കിയും പെറുക്കിയൊക്കെ വരുമ്പോഴേക്കും സമയം എടുക്കുന്നേ. അതിനൊക്കെ പ്രത്യേക സമയം കണ്ടെത്തണം. ഇനി അടുത്ത 2 ദിവസം ബൊഗൈൻവില്ല ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉണങ്ങിയ പൂക്കളൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കണം. പൂക്കൾ കണ്ട് 2ാമത്തെ 3ാമത്തെ പ്രാവശ്യമൊക്കെ വന്നതാണ്. ഇപ്പോഴും ഉണ്ട്. നേരത്തെ അത്ര ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇനിയിപ്പം മഴ ഇല്ലെങ്കിൽ ഇതിന് വീണ്ടും അങ്ങ് പൂക്കുമല്ലോ. കുറേ കൂടെ നല്ല തിക്കായിട്ട് പൂത്ത് വരും. കണ്ടോ? ഇനി അതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇതൊക്കെ ചെയ്ത് ഞാൻ റെഡിയാക്കി എടുക്കണം. സമയമില്ലാത്ത വേറെ 1-2 ആവശ്യങ്ങൾക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇതൊന്നും നോക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല. കണ്ടോ? എൻ്റെ ബൊഗൈൻവില്ല 2-3 കമ്പിങ്ങനെ നല്ല നീണ്ട് വന്നിട്ടുണ്ട്. നിലത്ത് നിൽക്കുന്ന ബൊഗൈൻവില്ലയാണേ, കുറ്റിയായിട്ട് നമ്മൾ വെട്ടി നിർത്തിയേക്കുന്നത്. അതിലാദ്യം ഉണ്ടായ ശിഖരമായത്. അതിലിങ്ങനെ നേരത്തെ താഴോട്ട് അതിൻ്റെ പൂവെല്ലാം പൊഴിക്കുന്നത് കേട്ടോ. എന്നാലും ഞാൻ വെട്ടിക്കളയുന്നില്ല, അതങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുക.